നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള ക്യുസീൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മോരുകറി റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് മോരുകറി എന്നൊക്കെ അറിയാം. എന്നാലും ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് മത്തങ്ങ, 1 കപ്പ് കുമ്പളങ്ങ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി മൂടി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. ഇതാ ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മുറിച്ച് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നാളികേരം, 1/4 കപ്പ് തൈര്, 1 വെളുത്തുള്ളി ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അധികം ടൈം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു തിള വന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടിയ ശേഷം 2 ഉണക്കമുളകും, അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും 1 നുള്ള് ഉലുവയും ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 നുള്ള് കായപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മോരുകറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. ഇതിൽ ആ മത്തങ്ങയുടെ മധുരമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കരുത്. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.